ഹായ്, എല്ലാവർക്കും ട്രിക്ചൈൻ്റെ വീക്ക്ലി കറണ്ട് അഫെയർസ് സെക്ഷനിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ ആഴ്ച പ്രധാനപ്പെട്ട ആനുകാലിക വിഷയങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നോക്കുന്നത്. ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. നോക്കിയാൽ നമ്മൾ ആദ്യ ചോദ്യം, രാജ്യത്ത് ആദ്യമായി അപൂർവ രോഗങ്ങളുടെ രജിസ്റ്റർ തയ്യാറാക്കുന്ന സംസ്ഥാനം ഏത് എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെ രാജ്യത്ത് ആദ്യമായിട്ട് അപൂർവ രോഗങ്ങളുടെ രജിസ്റ്റർ തയ്യാറാക്കുന്ന സംസ്ഥാനം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് കേരളമാണ്. കേരളം ഇന്ത്യയിൽ ആദ്യമായിട്ട് എന്ത് നടത്തിയിരുന്നാലും PSCയുടെ ചോദ്യമാണ് അല്ലെ. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നു, ഇന്ത്യയിൽ ആദ്യമായിട്ട് വയോജന കമ്മീഷൻ കൊണ്ടുവന്ന സംസ്ഥാനം കേരളം ചോദിച്ചായിരുന്നു. അതുകൊണ്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് എന്ത് നടപ്പിലാക്കിയിരുന്നാലും അത് PSCയുടെ ചോദ്യമാണ്. നോക്കി വെച്ചോളുക. രാജ്യത്ത് ആദ്യമായി അപൂർവ രോഗങ്ങളുടെ രജിസ്റ്റർ തയ്യാറാക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളമാണ്. അടുത്ത ചോദ്യം നോക്കാം. തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമായി ആരംഭിച്ച വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ ഗ്രാമീൺ പ്രകാരം കേരളത്തിലെ പുതുക്കിയ പ്രതിദിന വേതനം എത്ര എന്നുള്ളതാണ് അല്ലെ. നമുക്കറിയാം, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമായിട്ട് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പദ്ധതിയും കൂടിയാണ് അല്ലെ. അതിന്റെ പേരൊക്കെ മാറ്റിയിട്ട് വന്നതാണ് നമ്മൾ VBG റാംജി എന്ന് പറയുന്നത്. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ ഗ്രാമീൺ. അതിൽ കേരളത്തിന്റെ പ്രതിദിന വേതനം എത്രയെന്ന് ചോദിച്ചാൽ 401 രൂപയായിരിക്കുന്നു അല്ലെ. നമുക്കറിയാം, നേരത്തെ നമുക്ക് 369 രൂപയായിരുന്നു. നമുക്കിപ്പോൾ എത്രയാണ്? 401 രൂപയാണ്. ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് ഏത് സംസ്ഥാനത്തിനാണ് എന്നൊരു ചോദ്യം വരികയാണെങ്കിൽ സിക്കിമിൽ 450 രൂപ കിട്ടുന്നുണ്ട്. സിക്കിമിൽ 1-2 ഗ്രാമപഞ്ചായത്തുകളിൽ 450 രൂപയും. എന്നാൽ ആകെ സംസ്ഥാനം വച്ച് നോക്കുകയാണെങ്കിൽ കൂടുതൽ അത് 409 രൂപ ലഭിക്കുന്ന ഹരിയാന. കേട്ടോ, ഹരിയാനയ്ക്ക് 409 രൂപയാണ്. കുറവ് 2 സംസ്ഥാനങ്ങൾക്കാണ്. അതിലൊന്ന് അരുണാചൽ പ്രദേശ്, മറ്റൊന്ന് നാഗാലാൻഡ്. കേട്ടോ, അരുണാചൽ പ്രദേശും നാഗാലാൻഡിലുമാണ്. 300 രൂപയാണ് പറഞ്ഞിരിക്കുന്നത്. 300 രൂപയാണ് അരുണാചൽ പ്രദേശും നാഗാലാൻഡിനും. ഒന്ന് നോക്കി വെച്ചോളുക. അപ്പോൾ നമുക്ക് പ്രതിദിന വേതനം ചോദിക്കുകയാണെങ്കിൽ എത്രയാണ്? 401 രൂപയായിരിക്കുന്നു. നേരത്തെ 369 രൂപയായിരുന്നു. ഇപ്പോൾ 401 രൂപ ആയിരിക്കുന്നു എന്നുള്ളതാണ്. ഒന്ന് നോക്കി വെച്ചോളുക അല്ലെ. അതോടൊപ്പം 100 ദിവസം എന്നുള്ള തൊഴിൽ എത്ര ദിവസമാക്കിയിരിക്കുന്നു? 125 ദിവസം ആക്കിയിരിക്കുന്നു. അടുത്ത് കൊച്ചി മെട്രോയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. പൊതുഗതാഗത മേഖലകളിലെ ഏറ്റവും ഉയർന്ന അന്താരാഷ്ട്ര അംഗീകാരങ്ങളിൽ ഒന്നായിരിക്കുന്ന UITP ഇമ്പാക്ട് അവാർഡ് 2026 നേടിയത് എന്ത് എന്നുള്ളതാണ്. അങ്ങനെ UIPT ഇമ്പാക്ട് അവാർഡ് 2026 ലഭിച്ചിരിക്കുന്നത് നമ്മുടെ കൊച്ചി മെട്രോയ്ക്കാണ്. 2017 ജൂൺ മാസം 17 ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ച കൊച്ചി മെട്രോയ്ക്ക് ആ പുരസ്കാരം അല്ലെ, ബ്രസൽസിൽ വെച്ച് നടന്ന പുരസ്കാരം എന്ത് ചെയ്തു? ലഭിച്ചു എന്നുള്ളതാണ്. ഒന്ന് നോക്കി വെച്ചോളുക. 2017 ജൂൺ മാസം 17 കൊച്ചി മെട്രോ പ്രവർത്തനം ആരംഭിക്കുന്നു എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, കേരളത്തിൽ സ്വന്തമായിട്ട് ഒരു വിമാന കമ്പനി കേരളത്തിന്റെ പേരിൽ വരുന്നു എന്നുള്ളതാണ്. കോ കേരള എന്ന പേരിൽ വിമാന കമ്പനി ആരംഭിക്കുവാൻ പ്രഖ്യാപിച്ച NRI വ്യവസായി ആര് എന്നുള്ളതാണ്. അപ്പം നമുക്ക് സ്വന്തമായിട്ടൊരു വിമാന കമ്പനിയൊക്കെ വരാൻ പോകുന്ന പിള്ളേരെ. യെസ്, CN വിജയകൃഷ്ണനാണ് ആ വ്യവസായി എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തിന്റെ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു എന്താ പറയുന്നത് വിമാന കമ്പനി കേരളത്തിൽ വരുന്നു. എന്താണ് പേരെന്ന് ചോദിക്കണമെങ്കിൽ അത് കോ കേരള എന്നുള്ളതാണ്. കോ കേരള പഠിച്ചു വെച്ചോ, അതൊക്കെ ചോദിക്കാം. 2026-2027 കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച യൂണിവേഴ്സിറ്റി ടൗൺഷിപ്പുകളിൽ ഇന്ത്യയിലെ ആദ്യ ടൗൺഷിപ്പിന്റെ ഭാഗമായി കേരളത്തിൽ സ്ഥാപിതമാവുന്നത് എന്ത് എന്നുള്ളതാണ്. അപ്പോൾ 2026-2027 കേന്ദ്ര ബജറ്റ് നിർമ്മലാ സീതാരാമനാണ് അവതരിപ്പിച്ചു. ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന നിർമ്മലാ സീതാരാമൻ അവതരിപ്പിക്കുകയും അതിൽ ഇന്ത്യയിലെ തന്നെ ആദ്യ ടൗൺഷിപ്പിന്റെ ഭാഗമായി കേരളത്തിൽ സ്ഥാപിതമാവുന്നത് ഏത് ജില്ലയിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തിരുവനന്തപുരം ജില്ലയിലാണ്. മാറിപ്പോകരുത്. അപ്പൊ കേന്ദ്ര ധനകാര്യമന്ത്രി ആരാ? നിർമ്മല സീതാരാമൻ. നോക്കി വെച്ചോളുക. അങ്ങനെ ബജറ്റിൽ അവതരിപ്പിച്ചിരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ ടൗൺഷിപ്പിന്റെ ഭാഗമായി കേരളത്തിൽ എവിടെ വരുന്നു എന്ന് ചോദിക്കാൻ എവിടെയാണ്? അത് തിരുവനന്തപുരത്താണ്. അടുത്തൊരു ചോദ്യം, വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന്റെ നടത്തിപ്പുകാരായ അദാനി ഗ്രൂപ്പുമായി ചേർന്ന് 49% ഓഹരികൾ വാങ്ങിയ സ്വിറ്റ്സർലാൻഡ് ഷിപ്പിംഗ് കമ്പനി ഏത് എന്നുള്ളതാണ്. അങ്ങനെ MSC എന്ന് പറയുന്ന ഒരു ഷിപ്പിംഗ് കമ്പനി, സ്വിറ്റ്സർലാൻഡിലെ ഷിപ്പിംഗ് കമ്പനി
നമ്മുടെ വിഴിഞ്ഞത്തിന്റെ നടത്തിപ്പുകാരായിരിക്കുന്ന അദാനി ഗ്രൂപ്പുമായി ചേർത്ത് 49% ഓഹരികൾ വാങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. 49% ഓഹരികൾ വാങ്ങിയിരിക്കുന്നു അല്ലെ. നമ്മൾ മിക്കവാറൊക്കെ ചില MSC എൽസ അങ്ങനെ കപ്പലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. MSC എൽസ ഷിപ്പിംഗ് അല്ലെ കപ്പലുകളൊക്കെ അത് സ്വിറ്റ്സർലാൻഡിലാണ് അല്ലെ വിഴിഞ്ഞത്തെത്തിയിരിക്കുന്നതായിരുന്നു അല്ലെ. അങ്ങനെ 49% വാങ്ങിയിരിക്കുന്നു. സ്വിറ്റ്സർലാൻഡ് കമ്പനിയാണേ. ഇനി അടുത്തൊരു ചോദ്യം നീതി ആയോഗുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. അടുത്തിടെ നീതി ആയോഗ് പുറത്തിറക്കിയ റിപ്പോർട്ട് പ്രകാരം ഗ്രാമസഭകളിലെ സ്ത്രീ ദളിത് പങ്കാളിത്തത്തിൽ രാജ്യത്ത് 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏത് എന്നുള്ളതാണ്. ഗ്രമസഭകളുടെ സ്ത്രീ ദളിത് പങ്കാളിത്തത്തിൽ രാജ്യത്ത് 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ അത് കേരളമാണ്. 98.7% അല്ലെ സ്ത്രീ ദളിത് സ്ത്രീകൾ എന്ത് ചെയ്യുന്നു, ഗ്രാമസഭകളിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് അല്ലെ. ഏറ്റവും കുറവ് ചോദിക്കുകയാണെങ്കിൽ രാജസ്ഥാനാണ്. 57.3% അവിടെ ഇന്നുന്നത് ഹാജർ വരുന്നു എന്നുള്ളതാണ് അല്ലെ. നീതി ആയോഗിൽ രാജ്യത്ത് 1ാം സ്ഥാനം കേരളം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വക ചോദ്യങ്ങളൊക്കെ PSC ചോദിക്കുന്നതാണ്, നോക്കി വെച്ചോളുക അല്ലെ. നീതി ആയോഗിന്റെ നിലവിലെ CEO നമുക്കറിയാം അല്ലെ, നിധി ചിബ്ബറാണ് CEO. അല്ലെ, ഒന്ന് നോക്കി വെച്ചോളുക. നീതി ആയോഗിന്റെ നിലവിലെ CEO ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ നിധി ചിബ്ബറാണ് CEO. അടുത്ത ചോദ്യം എന്താ, ഒരു പ്രധാനപ്പെട്ട ഒരു നിയമനമാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ചുമതലയേൽക്കുന്ന വ്യക്തി ആര് എന്നുള്ളതാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ N ശേഷാദ്രിനാഥനാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് ചുമതലയേൽക്കുന്നത്. സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നമുക്കറിയാം A കൗശികനാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാ? A കൗശികൻ. അന്ന് നോക്കി വെച്ചോളുക. A കൗശികനാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ ആരെന്ന് ചോദിച്ചാൽ ആരാണ്? A കൗശികനാണ്. അടുത്ത ചോദ്യം എന്താ നോക്കിയോ, മറ്റൊരു നിയമനം. 2026 ജൂണിൽ ഇന്റലിജൻസ് ബ്യൂറോ മേധാവിയായിട്ട് IBയുടെ മേധാവിയായി നിയമിതനായ വ്യക്തി ആര് എന്നുള്ളതാണ്. IBയുടെ മേധാവിയായി നിയമിതനായിരിക്കുന്ന വ്യക്തി മഹീഷ് ദീക്ഷിതാണ്. ഇന്റലിജൻസ് ബ്യൂറോ അല്ലെ, ഇന്ത്യയുടെ എന്താ പറയുന്ന, ഇന്ത്യ എന്ന് പറഞ്ഞൊരു രാജ്യത്തിൽ മറ്റേതെങ്കിലും ഭീകര സംഘടനകൾ എന്തെങ്കിലും നടപ്പിലാക്കി അതെല്ലാം IB അല്ലെ എന്ത് ചെയ്യുന്നു, അത് അറിയിക്കുന്നു. അത്രയും വിജിലന്റ് ആയിരിക്കുന്ന ഒരു എന്താ പറയുന്ന ഒരു സംഘടനയും കൂടിയാണ് IB എന്ന് പറയുന്നത്. സംഘടനയല്ല, സോ അത്രയും എന്താ പറയുന്നത്, രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു എന്താ പറയുന്ന ഒരു അതാണ് IB അല്ലെ. സോ അതിന്റെ മേധാവിയായിട്ട് നിയമിതനായ വ്യക്തി ചോദിക്കുകയാണെങ്കിൽ മഹീഷ് ദീക്ഷിതാണ് അല്ലെ. IBയുടെ ആസ്ഥാനം നമുക്കറിയാം ന്യൂഡൽഹിയിലാണ് അല്ലെ, ന്യൂഡൽഹി. യെസ്. അടുത്ത ചോദ്യത്തിലൂടെ നമുക്ക് പ്രവേശിക്കാമല്ലോ. നമ്മുടെ നെക്സ്റ്റ് ചോദ്യം പഠിച്ചു ISROയുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ. ISROയുടെ പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നായിരിക്കുന്ന ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്ററിന്റെ ഡയറക്ടറായി ആര് നിയമിതനായി എന്ന് ചോദിച്ചാൽ ശ്രീ N ജയനാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു നിയമനമാണ് അല്ലെ. ISROയുടെ നിലവിലെ ചെയർമാൻ നമുക്കറിയാം V നാരായണനാണ്. ISRO ചെയർമാൻ ഒക്കെ ഒന്ന് നോക്കി വെച്ചോളുക. V നാരായണൻ കേട്ടോ. V നാരായണനാണ് ISROയുടെ നിലവിലെ ചെയർമാൻ. അതൊക്കെ നോക്കി വെച്ചോളുക. 10th പ്രിലിംസിനൊക്കെ ചോദ്യങ്ങൾ വരാം. മറ്റൊരു പ്രധാനപ്പെട്ട നിയമനമല്ല, ഒരു ഉണ്ടായിരുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന് ആ ചുമതല അല്പം കൂടി നീട്ടിക്കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയായി വീണ്ടും നിയമിതനാകുന്നത് ആര് എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴെ ആരാണ് വിദേശകാര്യ സെക്രട്ടറി? വിക്രം മിശ്രി. അദ്ദേഹം തന്നെയാണ് വീണ്ടും ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി ആയിട്ട് നിയമിതനാകുന്ന ആരാണ്? വിക്രം മിശ്രിയാണ്. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇദ്ദേഹത്തിന്റെ പേര് അല്ലെങ്കിൽ ഇദ്ദേഹത്തെ കുറിച്ച് PSC ഒന്നിൽ കൂടുതൽ നമ്മുടെ ചോദ്യങ്ങൾ വന്നതാണ്. അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാമിന് ചോദിക്കുന്നു ASMന്. യെസ്, വിക്രം മിശ്രി. നോക്കൂ, 2026 ജൂലൈ 14 അവസാനിക്കേണ്ടിയിരുന്ന അദ്ദേഹത്തിന്റെ സേവന കാലാവധി ഇനി 2027 ജൂലൈ മാസം 14 വരെ ആയിരിക്കും എന്നുള്ളതാണ്. 2026 ജൂലൈ 14 എന്ന് വരെയുള്ളത് അദ്ദേഹത്തിന് നീട്ടിക്കൊടുത്തിരിക്കുന്നു. 2027 ജൂലൈ മാസം 14 അല്ലെ. നമ്മളെ സംബന്ധിച്ച് വലിയ ഉപകാരമാണ്. മാറ്റങ്ങളൊന്നും സംഭവിച്ചില്ല. പുതിയ പേര് പഠിക്കേണ്ട, പഴയ പേരങ്ങ് ഓർത്തിരുന്നാൽ മതി. വിക്രം മിശ്രിയാണേ. ഇതാ നോക്കിക്കോ, ഒരു വേദിയാണ്. 16ാമത് ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയുടെ വേദി എവിടെ എന്നുള്ളതാണ്. 16ാമത് ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയുടെ വേദി ചോദിക്കുകയാണെങ്കിൽ അത് ന്യൂഡൽഹിയിലാണ്. നമ്മളൊക്കെ പല റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. ജപ്പാൻ പ്രധാനമന്ത്രി ഇവിടെ വന്നിട്ട് ഇൻസ്ട്രുമെന്റ് ഒക്കെ വായിക്കുന്നതും അല്ലെ, ജപ്പാൻ പ്രധാനമന്ത്രിയെ ഇന്ത്യൻ പ്രധാനമന്ത്രി സിസ്റ്റർ എന്നൊക്കെ വിളിക്കുന്നതൊക്കെ അല്ലേ. അപ്പൊ ആരാണ് ജപ്പാൻ പ്രധാനമന്ത്രി എന്നൊരു ചോദ്യം വരാം, നോക്കി വെച്ചോളുക. സനെ തകായിച്ചി എന്നുള്ളതാണ്. സനെ തകായിച്ചി, തങ്കച്ചി എന്നൊക്കെ പറയാം അല്ലെ. തകായിച്ചി തങ്കച്ചി അല്ലെ, സഹോദരി എന്നൊക്കെ വിളിച്ചോണ്ട് അല്ലെ. സനെ തകായിച്ചിയാണ്
നിലവിൽ ജപ്പാന്റെ പ്രധാനമന്ത്രി. അടുത്തൊരു ചോദ്യം. 2026 ജൂണില് ഏകീകൃത സിവിൽ കോഡ് കരട് നിയമം തയ്യാറാക്കുന്നതിനായി 5-അംഗ സമിതി രൂപീകരിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏത് എന്നുള്ളതാണ്. ഏകീകൃത സിവിൽ കോഡിന്റെ കരട് തയ്യാറാക്കുവാനായിട്ട് 5-അംഗ സമിതിയെ രൂപീകരിച്ചിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രാജസ്ഥാനാണ്. നോക്കി വെച്ചോളുക, രാജസ്ഥാൻ. നമുക്കറിയാം ഏകീകൃത സിവിൽ കോഡ് ഇതിനു മുമ്പ് ഉത്തരാഖണ്ഡ് നടപ്പിലാക്കി, പിന്നെ അസം കൊണ്ടുവരുന്നു, ഗുജറാത്ത് കൊണ്ടുവരുന്നു, രാജസ്ഥാൻ എന്താ നടപ്പിലാക്കാൻ പോകുന്ന പിള്ളേരെ നോക്കി വെച്ചോളുക. അങ്ങനെ ഏകീകൃത സിവിൽ കോഡിന് വേണ്ടി ഒരു കരട് സമിതി രൂപീകരിച്ച ഇന്ത്യൻ സംസ്ഥാനം അത് രാജസ്ഥാനാണ്. സോ ആരായിരിക്കും അവിടെ അധ്യക്ഷ എന്ന് തന്നിരിക്കുന്നു. സുപ്രീം കോടതി മുൻ ജഡ്ജി രഞ്ജന പ്രകാശ് ദേശായി ആയിരിക്കും ആ കരട് 5-അംഗ സമിതിയുടെ അധ്യക്ഷയായിട്ട് വരാൻ പോകുന്നത് അല്ലെ. നമുക്കറിയാം ഏതൊക്കെയാണ്. ഉത്തരാഖണ്ഡ് കൊണ്ടുവന്നു, ഏകീകൃത സിവിൽ കോഡാണ്. അസം അല്ലേ, ഗുജറാത്ത്, ഇതൊക്കെ കൊണ്ടുവരും. ഇനിയിപ്പം നോക്കി വെച്ചോളുക എന്നുള്ളതാണ്. രാജസ്ഥാന് നടപ്പിലാക്കില്ല, നടപ്പിലാകും എന്നുള്ളതാണ്. അടുത്തൊരു ചോദ്യം. 2025 ഭൗതിക ശാസ്ത്രത്തിലെ വുൾഫ് സമ്മാനം നേടിയ ഇന്ത്യൻ വംശജൻ ആര് എന്നുള്ളതാണ്. ഇസ്രായേൽ ഗവൺമെന്റ് നൽകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പുരസ്കാരം കൂടിയാണ് വുൾഫ് സമ്മാനം എന്ന് പറയുന്നു. അത് ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഭൗതിക ശാസ്ത്ര മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ്. അങ്ങനെ ഒരു ഇന്ത്യൻ വംശജന് ലഭിച്ചിരിക്കുന്ന പിള്ളേരെ നോക്കി വെച്ചോളുക. ജൈനേന്ദ്ര കെ ജെയിൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. ജൈനേന്ദ്ര കെ ജെയിൻ എന്ന് പറഞ്ഞൊരു വ്യക്തിക്കാണ് 2025 ഭൗതിക ശാസ്ത്രത്തിലെ വുൾഫ് സമ്മാനം 2026 പ്രഖ്യാപിച്ചു. അതൊരു ഇന്ത്യൻ വംശജനാണ്. അല്ലെ, ക്വാണ്ടം ഫിസിക്സുമായി ബന്ധപ്പെട്ട ക്വാണ്ടം ഫിസിക്സുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങളിൽ ഒന്നായിട്ടാണ് എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിന് വുൾഫ് സമ്മാനം കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അടുത്ത ചോദ്യം. ISROയുടെ തദ്ദേശീയ നിർമ്മിത ക്രയോജന പരീക്ഷണം നടന്നത് എവിടെയെന്നാണ്. തദ്ദേശീയമായിട്ട് ISRO നിർമ്മിച്ച ഒരു ക്രയോജന പരീക്ഷണം നടന്നത് മഹേന്ദ്രഗിരിയാണ്. മഹേന്ദ്രഗിരി കുന്നുകൾ നമുക്കറിയാം എവിടെയാണ്. ഒഡീഷ അല്ലെ, ഒഡീഷയിലാണ് മഹേന്ദ്രഗിരി കുന്നുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ടായിരിക്കാം എന്നുള്ളതാണ് ജിയോഗ്രഫിയിലൊക്കെ. ഇന്ത്യയിലെ ആദ്യത്തെ ഓഫ് ഷോർ വിമാനത്താവളത്തിന് അംഗീകാരം നൽകിയ സംസ്ഥാനം ഏത് എന്നുള്ളതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഓഫ് ഷോർ വിമാനത്താവളം അല്ലെ, ഒരു പ്രത്യേക ഒരു ദ്വീപ് കണ്ടെത്തി ആ ദ്വീപിൽ അല്ലെങ്കിൽ സമുദ്രത്തിന്റെ അവിടെ വിമാനങ്ങൾക്ക് ലാൻഡ് ചെയ്യാനുള്ള ഒരു പരിപാടി സെറ്റാക്കുക എന്നുള്ള ഓഫ് ഷോർ വിമാനത്താവളത്തിന് അംഗീകാരം നൽകിയ സംസ്ഥാനം ഏതാണ്. മഹാരാഷ്ട്ര. നല്ലൊരു ചോദ്യമാണ്, നോക്കി വെച്ചോളുക. അങ്ങനെ ഇന്ത്യയിലെ ആദ്യത്തെ ഓഫ് ഷോർ വിമാനത്താവളത്തിന് അംഗീകാരം നൽകിയിരിക്കുന്ന സംസ്ഥാനം എന്ന് ചോദിച്ചാൽ ഏതാണ്. അത് മഹാരാഷ്ട്രയാണ്. നോക്കി വെച്ചോളുക. ചോദിച്ചാൽ എഴുതണമേ. അടുത്ത ചോദ്യം എന്താ നോക്കുക. വീണ്ടും ഒരു വിമാനത്താവളവുമായി ബന്ധപ്പെട്ട ചോദ്യം. ആന്ധ്രാപ്രദേശിലെ ഏറ്റവും പുതിയതും പ്രധാനപ്പെട്ടതുമായ ഗ്രീൻഫീൽഡ് വിമാനത്താവളം ഏത് എന്നുള്ളതാണ് ചോദ്യം. എവിടെയാണ്. ആന്ധ്രാപ്രദേശിലെ ഏറ്റവും പുതിയതും പ്രധാനപ്പെട്ടതുമായ ഗ്രീൻഫീൽഡ് വിമാനത്താവളം അല്ലൂരി സീതാരാമരാജു അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. അല്ലൂരി സീതാരാമരാജു അന്താരാഷ്ട്ര വിമാനത്താവളം ഏത് സംസ്ഥാനം എന്ന് ചോദിച്ചാൽ അത് ആന്ധ്രാപ്രദേശാണ് അല്ലേ. സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്. ആന്ധ്രാപ്രദേശിലെ ഭോഗാപുരം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിമാനത്താവളം കൂടിയാണ്. സോ എന്താണ് പ്രത്യേകത. ആന്ധ്രാപ്രദേശിലെ ഏറ്റവും പുതിയതും പ്രധാനപ്പെട്ട ഗ്രീൻഫീൽഡ് വിമാനത്താവളമാണ്. തെറ്റല്ലേ, ചോദിച്ചാൽ എഴുതണം. അടുത്ത ചോദ്യം. വീണ്ടും ഒരു വേദിയാണ്. 29ാമത് ദേശീയ ഇ ഗവർണൻസ് വേദി എവിടെയെന്നാണ്. 29ാമത് ദേശീയ ഇ ഗവർണൻസ് വേദി എവിടെയെന്ന് ചോദിച്ചാൽ അത് ജയ്പൂരാണ് അല്ലെ. ആ പിക്ചർ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ജയ്പൂർ ഏത് സ്റ്റേറ്റ് ആണ്. രാജസ്ഥാനാണ് അല്ലെ. രാജസ്ഥാനാണ് സംസ്ഥാനമൊക്കെ ചോദിക്കാം. 29ാമത് ദേശീയ ഇ ഗവർണൻസ് സംസ്ഥാനം വേദിയായ സംസ്ഥാനം എന്ന് ചോദിച്ചാൽ അത് രാജസ്ഥാനാണ്. ഇനി രാജസ്ഥാനിൽ എവിടെ നടന്നു എന്ന് ചോദിച്ചാൽ അത് രാജസ്ഥാനിലെ ജയ്പൂരാണ് വേദിയായിരിക്കുന്നത്. അടുത്ത ചോദ്യം ഒരു ഹെൽപ്പ് ലൈൻ നമ്പറാണ്. ഇനി വരുന്ന ഒരു എക്സാമിന് തീർച്ചയായിട്ടും ഈ ചോദ്യം ഒന്ന് നോക്കി വെച്ചോളൂ. ആ ഹെൽപ്പ് ലൈൻ നമ്പറൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ. ഇന്ത്യയിൽ ഉടനീളമുള്ള എല്ലാ അടിയന്തര സേവനങ്ങൾക്കുമായി, അതായത് ആംബുലൻസ്, പോലീസ്, ഫയർഫോഴ്സ്, അത് ഇവർക്കെല്ലാം വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഒരു ഹെൽപ്പ് ലൈൻ നമ്പറാണ്. സാർവത്രിക ഹെൽപ്പ് ലൈൻ നമ്പറാണ്. കാരണം ഇനി ഇന്ത്യയിലെ ഓരോ സ്റ്റേറ്റിനും അങ്ങനെ ആയിട്ട് പോകുന്നില്ല. കാര്യം 112 വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏത് സ്റ്റേറ്റ് അല്ലെങ്കിൽ നമ്മൾ എവിടെ നിൽക്കുന്നു, നമുക്ക് എന്താണ് ആവശ്യം, പോലീസാണോ, ആംബുലൻസ് ആണോ, ഫയർഫോഴ്സോ, അവരൊറ്റ നമ്പർ വന്നിരിക്കുന്നു. അത് വലിയൊരു ഉപകാരമാണ് അല്ലെ, വലിയൊരു ഉപകാരം കൂടിയാണ്. അപ്പോൾ ഇന്ത്യയിലുടനീളമുള്ള എല്ലാ അടിയന്തര സേവനങ്ങൾക്കുമായി
കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന സാർവത്രിക ഹെൽപ്പ് ലൈൻ നമ്പർ ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? 112 ഇന്ന് തന്നെ ചുമരിലൊക്കെ ഒന്ന് എഴുതി വെച്ചോളുക. എന്തെങ്കിലും ആംബുലൻസിന്റെ, പോലീസിന്റെ, ഫയർഫോഴ്സിന്റെ ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് വിളിക്കുക എന്നുള്ളതാണ്. വെറുതെ വിളിച്ച് കളയരുത്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട ബില്ലുകൾ പരിശോധിക്കുന്ന 39 അംഗ സംയുക്ത പാർലമെന്റ് സമിതിയുടെ അധ്യക്ഷനായി നിയമിതനായിരിക്കുന്ന വ്യക്തി. നല്ല ചോദ്യമാണ് അല്ലെ. 2029 1 നേഷൻ 1 ഇലക്ഷൻ എന്ന് പറയുന്നൊരു പദ്ധതിയാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നു. അതിനുവേണ്ടി ആ പദ്ധതിയുടെ അധ്യക്ഷൻ അല്ലെങ്കിൽ ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് തയ്യാറാക്കാനായിട്ട് ചുമതലയേറ്റൊരു വ്യക്തിയും കൂടിയായിരുന്നു രാംനാഥ് കോവിന്ദ്. ഓർമ്മയുണ്ടോ? ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയായിരുന്നു രാംനാഥ് കോവിന്ദിനെയായിരുന്നു അതിന് ചുമതലയേറ്റിരിക്കുന്നത് അല്ലെ. സോ അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ബില്ലുകൾ പരിശോധിക്കുന്ന 39 അംഗ സംയുക്ത പാർലമെന്റ് സമിതിയുടെ അധ്യക്ഷനായി നിയമിതനായിരിക്കുന്ന വ്യക്തി പി ചൗധരി. നല്ല ചോദ്യമാണ്, പി ചൗധരി. അപ്പോൾ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട ബില്ലുകൾ പരിശോധിക്കുന്ന 39 അംഗ സംയുക്ത പാർലമെന്റ് സമിതിയുടെ അധ്യക്ഷനായി നിയമിതനാവുന്നത് ആരാണ്? പി ചൗധരിയാണ്. നോക്കി വെച്ചോളുക, എഴുതിക്കണം. അടുത്ത ചോദ്യം. അടുത്തിടെ നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി കടുവകളുടെ പുനരധിവസിപ്പിക്കുന്ന പദ്ധതിക്ക് അംഗീകാരം നൽകിയ സത്കോയിസ ടൈഗർ റിസർവ് ഏത് സംസ്ഥാനത്തിലാണ്? അടുത്തിടെ വാർത്തകൾ ഇടം നേടിയിരിക്കുന്ന സത്കോയിസ ടൈഗർ റിസർവ് ഏത് സംസ്ഥാനം എന്ന് ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ്? അത് ഒഡീഷയാണ്. അങ്ങനെ അടുത്തിടെ നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി കടുവകളെ പുനരധിവസിപ്പിക്കാനായിട്ട് ഒരു റിസർവേഷനുമായി ബന്ധപ്പെട്ട് ചർച്ചകളും കാര്യങ്ങളൊക്കെ നടന്നു. സോ അവിടെ നടപ്പിലാക്കാനുള്ള പദ്ധതി കൊണ്ടുവരുന്നു. ആ നടപ്പിലാക്കിയിരിക്കുന്ന സത്കോയിസ ടൈഗർ റിസർവ് ഏത് സംസ്ഥാനം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? അത് ഒഡീഷയിലാണ്. ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുകയാണ്, നവരത്ന പുരസ്കാരം അല്ലെ. സോ മികച്ച കമ്പനികൾക്ക് കൊടുക്കുന്ന ഒരു പുരസ്കാരം കൂടിയാണ് നവരത്ന പുരസ്കാരം. 2026 ജൂണിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ നവരത്ന ലഭിച്ച പൊതുമേഖലാ സ്ഥാപനം എന്ന് ചോദിച്ചാൽ അത് ചെന്നൈ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ്. അങ്ങനെ ചെന്നൈ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന് നവരത്ന പുരസ്കാരം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ നോക്കി വെച്ചോ. വിദേശത്ത് ലൈസൻസ് ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ ക്രോസ് ബോർഡർ പേയ്മെന്റ് പ്ലാറ്റ്ഫോം ഏത് എന്നുള്ളതാണ്. വിദേശത്ത് ലൈസൻസ് ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ക്രോസ് ബോർഡർ പേയ്മെന്റ് പ്ലാറ്റ്ഫോം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? സ്കൈഡോ എന്ന് പറയുന്നതാണ്. ബാംഗ്ലൂർ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയും കൂടിയാണ്. ആ കമ്പനിക്ക് വിദേശത്ത് എന്ത് ചെയ്യുന്നു? ഇന്ത്യൻ ക്രോസ് ബോർഡർ പേയ്മെന്റ് പ്ലാറ്റ്ഫോമിന് ലൈസൻസ് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലൂടെ നമുക്ക് മെല്ലെ പ്രവേശിക്കാം. പ്രധാനപ്പെട്ട ദിനങ്ങളാണ്. എന്നാണ് അന്താരാഷ്ട്ര ചിഹ്നഗ്രഹ ദിനമായിട്ട് ആചരിക്കുന്നു എന്നുള്ളതാണ്. എന്നാണ് അന്താരാഷ്ട്ര ചിഹ്നഗ്രഹ ദിനം അല്ലെങ്കിൽ ഇന്റർനാഷണൽ ആസ്ട്രോയിഡ് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. എന്നാണ്? ജൂൺ മാസം 30 ആണ്. 30 അല്ലേ? ജൂൺ മാസം 30. 1908 ജൂൺ മാസം 30 തീയതി എന്ത് ചെയ്യുന്നു? റഷ്യയിലെ ഒരു പ്രദേശത്ത് ഒരു ചിഹ്നഗ്രഹം വന്ന് പൊട്ടി തെറിക്കുന്നു. അങ്ങനെ ആ ജൂൺ 30 നമ്മൾ അന്താരാഷ്ട്ര ചിഹ്നഗ്രഹമായിട്ട് നമ്മൾ ആചരിക്കുന്നു എന്നുള്ളതാണ്. ജൂലൈ 1 നമുക്ക് ജൂലൈ 1 2 പ്രധാനപ്പെട്ട ദിനങ്ങളുണ്ട്. അതിലൊന്നാണ് ഡോക്ടേഴ്സ് ഡേ അല്ലെ. ദേശീയ ഡോക്ടേഴ്സ് ദിനമായിട്ട് ആചരിക്കുന്നത് എന്നെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ജൂലൈ മാസം 1 തീയതിയാണ് അല്ലെ. നമുക്കറിയാം BC റോയ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥമാണ് പശ്ചിമ ബംഗാളിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തിയും കൂടിയാണ് BC റോയ്. അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥമാണ് നമ്മൾ എന്ത് ചെയ്യുന്നു? ജൂലൈ 1 ഡോക്ടേഴ്സ് ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നു എന്നുള്ളതാണ്. വീണ്ടും ജൂലൈ 1 GST ഡേ, നാഷണൽ GST ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത് അല്ലെ. എന്നാണ് നാഷണൽ GST ഡേ എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ജൂലൈ മാസം 1 തീയതിയാണ്. നമ്മൾ നാഷണൽ GST ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നു. ജൂലൈ മാസം 1 തീയതിയാണ്. 2017 ജൂലൈ മാസം 1 തീയതിയാണ് നമ്മൾ എന്ത് കൊണ്ടുവരുന്നു? GST വകുപ്പൊക്കെ നമ്മൾ കൊണ്ടുവരുന്നു അല്ലെ. ജൂലൈ മാസം 1 തീയതി ആ ജൂലൈ 1 നമ്മൾ എന്ത് ചെയ്യുന്നു? നാഷണൽ GST ഡേ ആയിട്ട് ആചരിക്കുന്നു. ഓക്കെ, ഇപ്രാവശ്യം നമ്മൾ ജൂലൈ മാസം 1 തീം നോക്കിക്കോ പിള്ളേരെ. ഈസി ടാക്സ് സിസ്റ്റം, എംപവേർഡ് ഇന്ത്യ എന്നുള്ളതാണ് നമ്മുടെ ഇപ്രാവശ്യത്തെ തീം. ഡിഗ്രി ലെവലൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? അതൊക്കെ ഒന്ന് നോക്കി വെച്ചോളുക.
മറ്റൊരു റാങ്കിങ് ആണ്. UNSDGയുടെ 2026 സുസ്ഥിര വികസന റിപ്പോർട്ട് പ്രകാരം 167 രാജ്യങ്ങളുടെ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയെന്നാണ്. അങ്ങനെ UNSDGയുടെ 2026 സുസ്ഥിര വികസന സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് റിപ്പോർട്ട് പ്രകാരം 167 രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം മെച്ചപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയുടെ സ്ഥാനം 94-ാം സ്ഥാനമാണ്. ഇന്ത്യയുടെ സ്ഥാനം 94-ാം സ്ഥാനം. ഒന്നാം സ്ഥാനം ചോദിക്കുകയാണെങ്കിൽ അത് ഫിൻലാൻഡ് ആണ് കേട്ടോ. ഒന്നാം സ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഫിൻലാൻഡ് ആണ്. ഒന്നാം സ്ഥാനം നോക്കി വെച്ചോളൂ. ഒന്നാം സ്ഥാനം അത് ഫിൻലാൻഡ് ആണ്. ഇന്ത്യയുടെ സ്ഥാനം ചോദിക്കുകയാണെങ്കിൽ അത് 94-ാം സ്ഥാനമാണ്. ദേ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്. 2026 ടോപ്പ് 500 റാങ്കിംഗ് പ്രകാരം അമേരിക്കയുടെ എൽ ക്യാപിറ്റനെ പിന്തള്ളി ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടർ എന്ന പദവി സ്വന്തമാക്കിയ ചൈനീസ് സൂപ്പർ കമ്പ്യൂട്ടർ അമേരിക്കയുടെ എൽ ക്യാപിറ്റനെ പിന്തള്ളി ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഒരു പദവി സ്വന്തമാക്കിയിരിക്കുന്ന ചൈനീസ് കമ്പ്യൂട്ടർ ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ലൈൻ ഷെയ്ൻ എന്ന് പറയുന്നതാണ്. ലൈൻ ഷെയ്ൻ എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടറാണ്. ആ ലൈൻ ഷെയ്ൻ എന്ന് പറയുന്ന സൂപ്പർ കമ്പ്യൂട്ടർ വികസിപ്പിച്ച രാജ്യം ചോദിക്കാം. ചൈന. ഏത് വഴിക്കും ക്വസ്റ്റ്യൻ വരാം എന്നുള്ളതാണ്. ഒന്ന് നോക്കി വെച്ചോളുക. ഇതുമായി സംയുക്തമായിട്ട് ഒരു കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. 2026 ജൂണിൽ ജലവിഭവ മാനേജ്മെന്റിൽ ഇന്ത്യയുമായി കരാറിൽ ഒപ്പുവെച്ച രാജ്യം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് സൗദി അറേബ്യയാണ്. 2026 ജൂണിൽ ജലവിഭവ മാനേജ്മെന്റിൽ ഇന്ത്യയുമായി കരാറിൽ ഏർപ്പെട്ടിരിക്കുന്ന രാജ്യം ഏതാണ്? അത് സൗദി അറേബ്യയാണ്. ഒന്ന് നോക്കി വെച്ചോളുക. മറ്റൊരു വേദി ഓർഗനൈസേഷൻ ഓഫ് അമേരിക്കൻ സ്റ്റേറ്റ്സിന്റെ 56ാമത് ജനറൽ അസംബ്ലിക്ക് വേദി എവിടെ നിന്നാണ്? അത് പനാമയിലാണ്. അപ്പോൾ ഓർഗനൈസേഷൻ ഓഫ് അമേരിക്കൻ സ്റ്റേറ്റ്സിന്റെ 56ാമത് ജനറൽ അസംബ്ലിക്ക് വേദി എവിടെയാണ്? അത് പനാമയാണ് വേദിയായിരിക്കുന്നു. ഇതാ നോക്കിയോ. ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസിലെ 27ാമത്തെ അംഗമായ രാജ്യം ഏത് എന്നുള്ളതാണ്. അങ്ങനെ ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ് അതിൽ 27ാമത്തെ അംഗമായിരിക്കുന്ന രാജ്യം ചോദിക്കുകയാണെങ്കിൽ ബംഗ്ലാദേശ് ആണ്. എനിക്ക് നിങ്ങളോടുള്ള ചോദ്യം, ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസിന്റെ വേദി എവിടെയെന്നാണ്. സോ ആസ്ഥാനമാണേ, വേദിയല്ലല്ലോ, ആസ്ഥാനം. ആസ്ഥാനം എവിടെയെന്നാണ് എൻ്റെ ചോദ്യം. ആസ്ഥാനം എവിടെയെന്നാണ്? ഒന്ന് കമന്റ് ചെയ്തേക്കുക. അറിയാമെങ്കിൽ ഇത് ഒന്ന് കമന്റ് ചെയ്തേക്കുക. ഇത് അടുത്ത ചോദ്യത്തിലൂടെ നമ്മൾ പ്രവേശിക്കുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നു. അതും പരിസ്ഥിതി പുരസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു പുരസ്കാരമാണ്. ക്വസ്റ്റ്യൻസിലൂടെ നമുക്ക് നോക്കാം. അടുത്തിടെ സീഷെൽസിന്റെ പരമോന്നത പരിസ്ഥിതി പുരസ്കാരമായിരിക്കുന്ന ഗാർഡിയൻ ഓഫ് ദി ബ്ലൂ ഹൊറൈസൺ എന്ന് പറയുന്ന പുരസ്കാരം നേടിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? നരേന്ദ്രമോദിയാണ്. ലോകത്തിലെ ഏകദേശ പുരസ്കാരങ്ങളും 30-ൽ പരം പുരസ്കാരങ്ങൾ അദ്ദേഹം സ്വന്തമാക്കി, പരമോന്നത പുരസ്കാരങ്ങൾ അദ്ദേഹം സ്വന്തമാക്കിയിരിക്കുന്നു. അങ്ങനെ ഗാർഡിയൻ ഓഫ് ദി ബ്ലൂ ഹൊറൈസൺ എന്ന് പറയുന്ന പുരസ്കാരം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് പരിസ്ഥിതിയാണ്. പരിസ്ഥിതി. അങ്ങനെയും ചോദിക്കാം. അടുത്ത ചോദ്യം എന്താ നോക്കിക്കോ. ഉറപ്പായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ബുക്സാണ്. 2 പ്രധാനപ്പെട്ട ബുക്സാണ് നമ്മൾ ഈ വീക്കിൽ നോക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു പുസ്തകം ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരിയായിരിക്കുന്ന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ലയുടെ പുതിയ പുസ്തകം ഏത് എന്നുള്ളതാണ്. ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരിയായിരിക്കുന്ന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ല അദ്ദേഹത്തിന് ഇപ്രാവശ്യത്തെ അശോക ചക്ര പുരസ്കാരം ലഭിച്ച ഒരു വ്യക്തിയും കൂടിയാണ് ശുഭാംശു ശുക്ല. അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ പുസ്തകം എന്താ നോക്കിയോ. ദ സെക്കൻഡ് ഓർബിറ്റ് ബിലീഫ് ഓഫ് എ മാൻ, ഡ്രീം ഓഫ് 1.4 ബില്യൺ ഹാർട്ട്സ് എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. ദ സെക്കൻഡ് ഓർബിറ്റ് ബിലീഫ് ഓഫ് എ മാൻ. ആരുടെ പുസ്തകം എന്ന് വേണമെങ്കിൽ ചോദിക്കാം. ആരുടെ പുസ്തകമാണ് പിള്ളേരെ? നമ്മുടെ ശുഭാംശു ശുക്ല. ചോദിക്കാം, പഠിച്ചു വെച്ചോളുക. ബുക്സ് ചോദിക്കാം. ഓക്കെ. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ബുക്ക് ഇതാ വന്നിരിക്കുന്നു. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ പുതിയ പുസ്തകമാണ് ജോർജിയാസ് വിഷൻ. ആ പേര് തന്നെ നമുക്ക് കിട്ടും ജോർജിയാസ് വിഷൻ ജോർജിയ മെലോണിയുടെ പ്രധാനപ്പെട്ട പുസ്തകമാണ് ജോർജിയാസ് വിഷൻ എന്ന് പറയുന്ന പുസ്തകം. അടുത്തതാ നോക്കിക്കോ. അടുത്തിടെ വാർത്തകളിൽ ഇടം നേടിയ ലിങ്ക്ഡ് റോബോട്ടിക് ബഹിരാകാശ ദൗത്യം ഏത് നാസ ബഹിരാകാശ നിരീക്ഷണ കേന്ദ്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ലിങ്ക് റോബോട്ടിക് ബഹിരാകാശ ദൗത്യം നാസയുടെ ഏത് ബഹിരാകാശ കേന്ദ്രവുമായി അല്ലെങ്കിൽ ബഹിരാകാശ നിരീക്ഷണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. സോ ആ ബഹിരാകാശം നീൽ ഹെക്രൽ സ്വിഫ്റ്റ്
ഒബ്സർവേറ്ററി എന്നാണ്. നീൽ ഹെക്സൽ സ്വിഫ്റ്റ് ഒബ്സർവേറ്ററി എന്നുള്ളതാണ്. 2004 നാസ നടത്തിയൊരു പരീക്ഷണമായിരുന്നു. 2004 നവംബർ മാസം 20 നാസ നടത്തിയൊരു പരീക്ഷണമായിരുന്നു. സോ അങ്ങനെ ആ പരീക്ഷണവുമായി ബന്ധപ്പെട്ട് ലിങ്ക് റോബോട്ടിക് ബഹിരാകാശ ദൗത്യം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. നോക്കി വെച്ചോളുക, ഡിഗ്രി ലെവൽ എക്സാമിനൊക്കെ നമുക്ക് ആവശ്യമായിട്ട് വരും എന്നുള്ളതാണ്. നീൽ ഹെക്സൽ സ്വിഫ്റ്റ് ഒബ്സർവേറ്ററി എന്ന് പറയുന്നതായിരുന്നു എന്ത് ചെയ്യുന്നു ആ നിരീക്ഷണ കേന്ദ്രം എന്ന് പറയുന്നത്. ഒരു വിയോഗമാണ്. 2026 ജൂണിൽ അന്തരിച്ച ന്യൂസിലാൻഡ് ക്രിക്കറ്റ് താരം ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ബോബ് ബ്ലെയർ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് അല്ലെ. ബോബ് ബ്ലെയർ ഏത് കായികമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റ്. അത് നോക്കി വെച്ചോളുക. അടുത്ത ചോദ്യത്തിലൂടെ നമ്മൾ പ്രവേശിക്കുന്നു. ദാ നോക്കിക്കോളൂ. 2026 ഗ്ലോബൽ സ്കിൽ ചലഞ്ച് വേദി എവിടെ ചോദിക്കണമെങ്കിൽ എവിടെയാണ്? ഓസ്ട്രേലിയയാണ്. നോക്കി വെച്ചോളുക, ഓസ്ട്രേലിയയിലാണ് 2026 ഗ്ലോബൽ സ്കിൽ ചലഞ്ച് വേദി. അവിടെ ഇന്ത്യ പ്രധാനമായിട്ടും നമുക്ക് 5 മെഡലുകൾ നേടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു 3 സ്വർണം, 1 വെള്ളി, 1 വെങ്കലം ഉൾപ്പെടെ നമ്മൾ 5 മെഡലുകൾ അവിടെ കരസ്ഥമാക്കിയിരിക്കുന്നു. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളുക, വേദി മറക്കണ്ട. ഓസ്ട്രേലിയ. അടുത്ത ചോദ്യം. 2026 ഫിഡെ ചെസ് അണ്ടർ 12 ഗേൾസ് വേൾഡ് കപ്പിൽ കിരീടം നേടിയത്? നല്ലൊരു ചോദ്യമാണ്. ഫുട്ബോൾ വകുപ്പിന്റെ പുറകെ നമ്മൾ പോകുമ്പോൾ ഇവ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ കൂടി നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. 2026 ഫിഡെ ചെസ് അണ്ടർ 12 ഗേൾസ് വേൾഡ് കപ്പിൽ കിരീടം നേടിയിരിക്കുന്ന വ്യക്തിയുടെ പേര് ദിവി വിജേഷ് ആണ് അല്ലെ. ദിവി വിജേഷ് ആണ്. കാരണം തിരുവനന്തപുരം അല്ലെ, കേരളമാണ്. തിരുവനന്തപുരം ജില്ലാ സ്വദേശിയും കൂടിയാണ് ദിവി വിജേഷ് എന്ന് പറയുന്നു അല്ലെ. അവർ 2026 ഫിഡെ ചെസ് അണ്ടർ 12 ഗേൾസ് വേൾഡ് കപ്പിൽ കിരീടം ചൂടിയിരിക്കുന്നു. നോട്ട് ചെയ്ത് വെച്ചോളുക. ഇനി ആ കപ്പിന്റെ വേദി എവിടെയെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ജോർജിയ. വേൾഡ് കപ്പിന്റെ വേദി എവിടെയാണ്? ജോർജിയയാണ്. അടുത്ത ചോദ്യം. ഒരു റെക്കോർഡ്, ഒരു മലയാളിയുടെ റെക്കോർഡ് മറ്റൊരു മലയാളി തകർത്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ദേശീയ ഇന്റർ സ്റ്റേറ്റ് സീനിയർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ദേശീയ റെക്കോർഡോടെ സ്വർണം നേടിയ മലയാളി താരമാരി എന്നുള്ളതാണ്. അതിൽ ദേശീയ റെക്കോർഡോടെ സ്വർണം നേടിയിരിക്കുന്ന മലയാളി താരം ആരെന്ന് ചോദിച്ചാൽ ആൻസി സോജനാണ്. ആൻസി സോജനാണ്. അവസാന ശ്രമത്തിൽ 6.69 മീറ്റർ ദൂരം ചാടി ആൻസി മത്സരം അവസാനിപ്പിച്ചു അല്ലെ. 6.88 മീറ്റർ ചാടിയിരിക്കുന്ന അല്ലെ അഞ്ജു ബോബി ജോർജിന്റെ റെക്കോർഡ് എന്ത് ചെയ്തിരിക്കുന്നു? ആൻസി സോജൻ തകർത്തു എന്നുള്ളതായിരുന്നു. 6.88 മീറ്റർ ചാടിയപ്പോൾ തന്നെ ആൻസി സോജൻ റെക്കോർഡ് തകർത്തു അല്ലെ. അങ്ങനെ 6.69 കൂടി എന്ത് ചെയ്യുന്നു? ചാടി അവസാനിപ്പിച്ചു എന്നുള്ള 3 ട്രാക്കിൽ അല്ലെ. അത് ലോങ് ജമ്പിൽ വരുമ്പോൾ അല്ലെ 3 ടൈം അവർക്ക് എങ്ങനെ ചാടാമെന്നുള്ളതായിരുന്നു. അങ്ങനെ ആരുടെ റെക്കോർഡ് തകർത്തു എന്ന് ചോദിച്ചാൽ അഞ്ജു ബോബി ജോർജിന്റെ ആണ്. അഞ്ജു ബോബി ജോർജ്. നോക്കിയോളൂ, ഒരു മലയാളിയുടെ റെക്കോർഡ് മറ്റൊരു മലയാളി തകർത്തു എന്നുള്ളതായിരുന്നു അല്ലെ. ഇതാ നോക്കിയോ, ദേശീയ ഇന്റർ സ്റ്റേറ്റ് സീനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് നമ്മുടെ കലിംഗയാണ് പിള്ളേരെ. കലിംഗ അല്ലെ. ഒഡീഷയിലെ കലിംഗയിലായിരുന്നു വേദി. ഒഡീഷയിലെ കലിംഗ എത്രാമതായിരുന്നു? 64ാമതാണ് കേട്ടോ. 64ാമത് ദേശീയ ഇന്റർ സ്റ്റേറ്റ് സീനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ഒഡീഷയിലെ കലിംഗയിലാണ് വേദി വന്നിരിക്കുന്നത്. അടുത്ത ചോദ്യം. 2026 US ഓപ്പൺ പുരുഷ സിംഗിൾസിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ ബാഡ്മിന്റൺ താരമാരെന്ന് ചോദിച്ചാൽ അത് കിദംബി ശ്രീകാന്ത് ആണ്. അങ്ങനെ 2026 US ഓപ്പൺ പുരുഷ സിംഗിൾസിൽ വെള്ളി മെഡൽ നേടിയിരിക്കുന്ന ഇന്ത്യൻ കായിക താരമാരെന്ന് ചോദിച്ചാൽ ആരാണ്? കിദംബി ശ്രീകാന്ത് ആണ്. കിദംബി ശ്രീകാന്ത് ഏത് കായികമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഏതാണ്? ബാഡ്മിന്റൺ ആണ്. അതും നോക്കി വെച്ചോളുക. അടുത്ത ചോദ്യം. ഫുട്ബോൾ വകുപ്പിലെ വേഗതയേറിയ 2ാമത്തെ ഹാട്രിക് നേടിയത് ആര് എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെ ഫുട്ബോൾ വകുപ്പിൽ വേഗതയേറിയ 2ാമത്തെ ഹാട്രിക് നേടിയിരിക്കുന്ന വ്യക്തി ഉസ്മാൻ ഡെംബാലയാണ്. ഉസ്മാൻ ഡെംബാല നമുക്കറിയാം ഏത് രാജ്യമെന്ന് ചോദിച്ചാൽ അദ്ദേഹം ഫ്രാൻസ് ആണ്. ഏത് രാജ്യത്തിനെതിരെ നേടി? നോർവേക്കെതിരെ നേടി എന്നുള്ളതാണ്. എങ്കിൽ എൻ്റെ ചോദ്യം, ഫുട്ബോൾ ലോകകപ്പിൽ വേഗതയേറിയ 1ാമത്തെ ഹാട്രിക് നേടിയിരിക്കുന്ന താരമാരി എന്നുള്ളതാണ്. വേഗതയേറിയ 1ാമത്തെ ഹാട്രിക് നേടിയിരിക്കുന്ന താരമാരി എന്നുള്ളതാണ്. ഫിഫ ലോകകപ്പിൽ തുടർച്ചയായ 7 മത്സരങ്ങളിൽ ഗോൾ നേടുന്ന ആദ്യ താരമാരി എന്നുള്ളതാണ്. അങ്ങനെ ഫിഫ ലോകകപ്പിൽ തുടർച്ചയായ 7 മത്സരങ്ങളിൽ ഗോൾ നേടിയിരിക്കുന്ന ആദ്യ താരമാരെന്ന് ചോദിച്ചാൽ അത് ലയണൽ മെസ്സിയാണ്. ഇവിടെ നമുക്ക് ഒരു കൺഫ്യൂസിങ് ഉണ്ടാവാം. ഈ ക്രിസ്ത്യാനോ റൊണാൾഡോ അല്ലേ എന്ന് നമുക്കൊരു തോന്നലൊക്കെ വരാം. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ക്വസ്റ്റ്യൻ എന്താ? കഴിഞ്ഞ ക്ലാസ്സിൽ തുടർച്ചയായ
6 ഫിഫ ലോകകപ്പിലും ഗോൾ നേടിയ താരമാണ് റൊണാൾഡോ. തെറ്റരുത്, അതാണ് റൊണാൾഡോ. തുടർച്ചയായ 6 ഫിഫ ലോകകപ്പിലും ഗോൾ നേടി. എന്നാൽ ഈ 2026 നടന്ന ഫിഫ ലോകകപ്പിൽ തുടർച്ചയായ 7 മത്സരങ്ങളിൽ ഗോൾ നേടിയ താരമാരാ? അത് മെസ്സിയാണ്, മാറിപ്പോരുത്. ഓക്കെ, നമുക്ക് ഇപ്രാവശ്യത്തെ ഫുട്ബോൾ ലോകകപ്പിൽ ഈ കരീബിയൻ ദ്വീപ് രാഷ്ട്രത്തെ നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു രാഷ്ട്രം കൂടിയാണ് അല്ലേ. 2026 ഫിഫ ലോകകപ്പിൽ ഒരു മത്സരവും ജയിക്കാതെ ലോകകപ്പിന്റെ നോക്കൌട്ടിൽ പ്രവേശിച്ച രാജ്യമാരെന്ന് ചോദിച്ചാൽ അത് കാബോ വെർദെയാണ് പിള്ളേരെ. കാബോ വെർദെ അല്ലേ, കാബോ വെർദെ പുറത്തായിരിക്കുന്നു എന്നുള്ളതാണ്. ലോകകപ്പിൽ നിന്നും പുറത്തായിരിക്കുന്നു അല്ലെ. ഫിഫ നോക്കൌട്ടിൽ പ്രവേശിക്കുന്ന ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ രാജ്യം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും അത് കാബോ വെർദെയാണ് അല്ലെ. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളുക. അർജന്റീനയ്ക്കെതിരെയുള്ള മത്സരത്തിൽ കാബോ വെർദെ എന്ത് ചെയ്യുന്നു? പുറത്തായിരിക്കുന്നു. എങ്കിലും പക്ഷെ അവർ നമുക്ക് നൽകുന്ന ഒരു പാഠമുണ്ട്. ഒരു 5 ലക്ഷത്തിൽ പരം ജനസംഖ്യയുള്ള ഒരു രാജ്യത്ത് നിന്നാണ് അവർ ഈ ലോകം അറിയപ്പെട്ടു എന്നുള്ളതാണ് അല്ലെ. ചരിത്രത്തിൽ, ഇനി വരുന്ന ചരിത്രത്തിൽ തീർച്ചയായിട്ടും ഫുട്ബോൾ ചരിത്രത്തിൽ അർജന്റീനയും ഒരുപക്ഷെ അർജന്റീനയുടെ ഫുട്ബോൾ ചരിത്രത്തിൽ വെറുതെ ഒന്നും അവർ പോയിരുന്നില്ല അല്ലെ. 3-2 അല്ലെ. 3-2 അർജന്റീന ഒരു ഗോളിന്റെ വിജയം സ്വന്തമാക്കി. പക്ഷെ അവർ 2 ഗോൾ അടിച്ചു അല്ലെ. അർജന്റീന തന്നെ ഒരു നിമിഷം പതറിപ്പോയ നിമിഷങ്ങൾ ഉണ്ടായിരിക്കും. ഒരുപക്ഷെ അർജന്റീന പോലും മറക്കത്തില്ല കാബോ വെർദെ എന്ന് പറഞ്ഞ ഒരു രാജ്യം അങ്ങനെ ചരിത്രത്തിൽ ഇടം നേടിയിരിക്കുന്നു പിള്ളേരെ. നോക്കി വെച്ചോളുക. ഇതും കാബോ വെർദെ ചോദിക്കാം. ഓക്കെ, അപ്പോ ഇന്നത്തേക്ക് ഞാനപ്പോൾ ഒന്ന് മെല്ലെ വൈൻഡപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് വീക്കിൽ നമുക്ക് വീണ്ടും കാണാം. അതിനു മുമ്പ് ഇതൊക്കെ ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യുക. ഇതിൻ്റെ നോട്ട് കാര്യങ്ങളെല്ലാം ട്രിക്ഷൻ ടെലിഗ്രാം ചാനലിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ആഴ്ച മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.